എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. ശരിയാണ്, പറയാൻ എളുപ്പമാണ്. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്താം. RSS വേദിയിൽ ചെന്ന് കപട മതേതരത്വത്തെ കുറിച്ച് RSSകാർക്ക് സുഖിക്കുന്ന പ്രസംഗം നടത്താം. വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. കേട്ടില്ലേ? വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്ന് വി ഡി സതീശന്റെ ഉപദേശം. എന്നാൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നവർ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചാലോ? അവരുടെ പൊന്നാട സ്വീകരിക്കാം. കത്തിക്കാൻ വിളക്കും പ്രസംഗിക്കാൻ വേദിയും വിദ്വേഷ പ്രസംഗത്തിൽ അഗ്രഗണ്യരായവർ തന്നാൽ നിരാകരിക്കരുത്. അവിടെ ചെന്ന് കപട മതേതരത്വത്തെ തോണ്ടി അവരെ സുഖിപ്പിച്ച് പ്രസംഗിക്കണം. അതാണ് വി ഡി സതീശൻ. 2013 മാർച്ച് 24-ന് RSS നിയന്ത്രിത സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ എലൈറ്റ് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിശിഷ്ടാതിഥിയായിരുന്നു വി ഡി സതീശൻ. അന്ന് അദ്ദേഹം പറവൂർ MLA മാത്രമാണ്, KPCCയുടെ വൈസ് പ്രസിഡന്റും. പറവൂർ MLA തൃശൂരിൽ നടക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കേണ്ട കാര്യം RSSനില്ല. ഒരിക്കലും KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന പദവിയിലായിരിക്കില്ല സതീശൻ ആ ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ തൃശൂരിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ മാത്രം ബന്ധം അന്ന് RSSുമായി വി ഡി സതീശൻ ഉണ്ടായിരുന്നു. ആ ചരിത്രമാണ് ഒരിക്കൽ RSSകാർ പരസ്യമായി അലക്കിയത്. വി ഡി സതീശന് RSSുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം തെളിയിക്കാൻ RSS നേതാക്കളാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. എന്തൊക്കെയാണ് പുറത്തു വന്ന ചിത്രങ്ങൾ? ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തുന്ന വി ഡി സതീശൻ, തൃശൂരിൽ RSS വേദിയിൽ പ്രഭാഷണം നടത്തുന്ന വി ഡി സതീശൻ. ഇതൊക്കെ എപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്? RSSന്റെ ഉന്നതരായ നേതാക്കൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് പുറം ലോകം ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അല്ലെ? ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്കും കൊളുത്തിയ ശേഷം മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന വിഷയത്തിലാണ് വി ഡി സതീശൻ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തെക്കുറിച്ച് അന്ന് വേദിയിൽ ഉണ്ടായിരുന്ന RSS നേതാവ് C സദാനന്ദൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ്. കൂട്ടത്തിൽ കപട മതേതരത്വത്തെ കുറിച്ച് ചെറുതായൊന്ന് തോണ്ടാനും മറന്നില്ല. വി ഡി സതീശന്റെ പ്രസംഗത്തെ കുറിച്ചാണ്, ഓർമ്മിക്കണേ. സതീശന്റെ ആത്മാവിഷ്കാരമായി പുറത്തു വന്ന വാക്കുകൾ കേട്ട് ഞങ്ങളൊക്കെ ഏറെ സന്തോഷിച്ചു. ഇത് എഴുതിയതാരാണ്? RSSന്റെ നേതാവ് C സദാനന്ദൻ. അപ്പോൾ എന്തായിരിക്കും സതീശൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ടാവുക? മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച്, മതഭീകരവാദത്തെ കുറിച്ചൊക്കെ എന്തായിരിക്കും വി ഡി സതീശൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ടാവുക? ആ പ്രസംഗം തങ്ങൾക്കൊക്കെ വല്ലാതെ സുഖിച്ചു എന്നാണ് RSSന്റെ നേതാവ് സാക്ഷ്യപ്പെടുത്തിയത്. ആ കാലം ഏതായിരുന്നു? ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തതിനും മലപ്പുറത്ത് 33 സ്കൂളുകൾ കൊടുത്തതിനുമെതിരെ സതീശൻ കത്തിക്കയറി റിബല് കളിക്കുന്ന കാലമാണതെന്ന് ഓർമ്മിക്കുക. അന്നത്തെ ആ സതീശന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൂടി കാണാം. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം, ആത്മപരിശോധന നടത്തണം, അല്ലെ? അവർക്ക് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത്. തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ 33 സ്കൂളുകൾ കൊടുക്കുന്ന കാര്യമാണ്. 33 സ്കൂളുകൾ കൊടുക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് അർഹമായ സ്കൂളുകളായിരിക്കാം, തെറ്റില്ല. പക്ഷെ എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണോ ഈ 33 സ്കൂള്? ആ തീരുമാനം കൂടി വന്നപ്പോൾ ആളുകൾക്ക് സംശയം, ഇത് നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത്. അത് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? സതീശന്റെ വാക്ക് കേട്ടില്ലേ? ഭരിക്കുന്നത് നമ്മൾ തന്നെയാണോ, അതായത് കോൺഗ്രസ് തന്നെയാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. ആ തീരുമാനം കൂടി വന്നപ്പോൾ ആളുകൾക്ക് സംശയം, ഇത് നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത്. അത് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഭരണതലത്തിൽ ലീഗിന്റെ സമ്മർദ്ദവും സ്വാധീനവും അതിര് കടക്കുന്നു എന്ന് പരസ്യമായി പ്രസംഗിച്ച് റിബല് കളിച്ചു നിൽക്കുന്ന കാലമാണ്. ആ കാലത്താണ് RSSകാർ വി ഡി സതീശനെ തൃശൂരിൽ, പറവൂർ MLA ആയിരുന്ന വി ഡി സതീശനെ തൃശൂരിൽ ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ പ്രസംഗിപ്പിച്ചത്. ആ വേദിയിൽ എങ്ങനെയായിരുന്നു സതീശന്റെ പ്രസംഗം? കപട മതേതരത്വത്തെ തോണ്ടി RSSകാർക്ക് മനസുഖം കിട്ടുന്ന ഒരു പ്രസംഗമാണ് അവിടെ വി ഡി സതീശൻ കാഴ്ചവെച്ചത്. ആ പ്രസംഗത്തിൽ സതീശന്റെ ആത്മാവിഷ്കാരം കണ്ട് RSSന്റെ നേതാക്കൾ നിർനിമേഷരായി, പുളകിതഗാത്രരായി, വിസ്മയഭരിതരായി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ആരൊക്കെയായിരുന്നു ആ RSS നേതാക്കൾ? C സദാനന്ദൻ,
RSS പ്രചാരകരായ ജെ നന്ദകുമാർ, കാഭ സുരേന്ദ്രൻ അവരൊക്കെയാണ് അന്ന് വേദിയിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ചില്ലറക്കാരല്ല അന്ന് സതീശന്റെ പ്രസംഗം കേട്ട് കോരിത്തരിച്ചത്. നോക്കൂ, RSSന്റെ വേദിയിൽ കപട മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ച് സതീശൻ കയ്യടി വാങ്ങിക്കുന്നു. അതേ VD സതീശൻ മുസ്ലിങ്ങളുടെ വേദിയിൽ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ച് കയ്യടി വാങ്ങിക്കുന്നു. ഇങ്ങനെ പ്രസംഗിക്കാൻ ഭൂമി മലയാളത്തിൽ VD സതീശൻ മാത്രമേ ഉണ്ടാകൂ, അദ്ദേഹത്തിന് മാത്രമേ കാണൂ ഈ കാപട്യം, ഈ തൊലിക്കട്ടി. ഇതേ VD സതീശൻ സാക്ഷാൽ PC ജോർജിന്റെ തോളത്ത് കൈയും വെച്ച് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരു വീഡിയോയും ഈയിടെ കണ്ടു. എന്തൊരു ഒലിപ്പിപ്പാണല്ലേ. തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നത്രേ, ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുമത്രേ, പരസ്പരം നല്ല സ്നേഹമാണത്രേ, അതുകൊണ്ടാണത്രേ വഴക്കിടുന്നത്. പ്രതാപൻ കാരണമാണത്രേ ഇരുവരും വഴക്കിട്ടത്. നമുക്കറിയാം, PC ജോർജ് ആണെങ്കിൽ മതേതരത്വത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ജന്മമാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടാൽ നമുക്കത് ബോധ്യമാകും. നായരും പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിക്കാൻ മടിയാ. മുസ്ലിം പെണ്ണുങ്ങൾ ആത്മാർത്ഥമായി പ്രസവിച്ചു കൊടുക്കുക. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് അവരെ അഭിനന്ദിക്കണം. ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നീങ്ങുകയാണ്. എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ എവിടെ ചെന്നാലും മനസമാധാനം തരികയില്ല. അതുകൊണ്ടുള്ള പഴക്കമുണ്ട് എനിക്ക്, മനസമാധാനം തരികയില്ല. സത്യത്തിൽ ഇതേ കാര്യമല്ലേ വെള്ളാപ്പള്ളിയും പറഞ്ഞത്? മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു, മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇതേ കാര്യം 2022 തന്നെ പറഞ്ഞ PC ജോർജിന്റെ തോളത്ത് കൈയും വെച്ച് VD സതീശൻ നിൽക്കുന്ന ആ നിൽപ്പൊന്ന് നോക്കൂ. വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുന്ന നേതാക്കൾ പരസ്പരം കണ്ടാൽ മോന്തയും വലിച്ചിറക്കി മുഖം തിരിച്ചു നടക്കണം എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ നവദ്വാരങ്ങൾ വഴിയും പുഴുത്ത വർഗീയത വിസർജിക്കുന്ന PC ജോർജിനെ പോലൊരാളെ ഇതുപോലെ ചേർത്ത് നിർത്തി ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കുന്നത് എന്നൊക്കെ ഉമിനീരൊലിപ്പിച്ച് സുഖിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതും ഈ ഡയലോഗ് കൂടി പറഞ്ഞ PC ജോർജിനെ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. നോക്കൂ, ഇങ്ങനെയൊക്കെ പറയുന്ന PC ജോർജിനെ കാണുമ്പോൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ആത്മസൗഹൃദം അഭിനയിക്കണമെങ്കിൽ എന്തായിരിക്കും VD സതീശന്റെ കാപട്യം? 2022 ജൂലൈ 9 RSS നേതാവ് C സദാനന്ദൻ VD സതീശന്റെ RSS ബന്ധം വെളിപ്പെടുത്തുന്ന ഫോട്ടോകളും കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചത്. ആ കുറിപ്പിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. RSS VD സതീശനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചെന്ന വെളിപ്പെടുത്തൽ. C സദാനന്ദന്റെ കുറിപ്പ് അവസാനിച്ചത് ഈ ഒരു വാചകത്തിലാണ്: കോടതിയിൽ സതീശൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കേരളം കാത്തിരിക്കുന്നു. അതായിരുന്നു C സദാനന്ദന്റെ കുറിപ്പിന്റെ വിരാമവാക്യം. പക്ഷെ ഈ നോട്ടീസിനെ കുറിച്ചോ മറുപടിയെ കുറിച്ചോ പിന്നീട് ഒന്നും നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല. എന്തായി RSS സതീശൻ അയച്ച നോട്ടീസിന്റെ കാര്യം? നോട്ടീസ് സതീശന് കിട്ടിയോ? സതീശൻ മറുപടി കൊടുത്തോ? ആ മറുപടിയിൽ RSS നേതൃത്വം തൃപ്തരായോ? അതോ RSS സതീശനെതിരെ കോടതിയിൽ പോയോ? ഒന്നും കേട്ടില്ലല്ലോ. വർഷം 4 തികയാറാകുന്നു. ആ വക്കീൽ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ഒന്നുകിൽ VD സതീശൻ അല്ലെങ്കിൽ RSS നേതൃത്വം വെളിപ്പെടുത്തണം. RSSന്റെ വേദിയിൽ കപട മതേതരത്വത്തെക്കുറിച്ചും മുസ്ലിങ്ങളുടെ വേദിയിൽ മതേതരത്വത്തെക്കുറിച്ചും ഒരേ വോളിയത്തിൽ പ്രസംഗിക്കുന്ന VD സതീശൻ ഈ വക്കീൽ നോട്ടീസിന് എന്ത് മറുപടി നൽകിയെന്നും ആ മറുപടി RSSന് സ്വീകാര്യമായോ എന്നും അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ആ തേങ്ങ ഉടയ്ക്കണമെന്ന് ന്യൂസ് ബുള്ളറ്റ് കേരള ഇരുവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ GPay നമ്പർ ഓർക്കുമല്ലോ, 7994903388 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ടത്. മാസം 100 രൂപയെങ്കിലും തന്ന് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.